ശ്ലോകം 8. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താത് ന്യസനദൃതസമസ്താർത്ഥപാളീ സമുദ്ഗ ഛായം ജാനുദ്വയം ച ക്രമപൃഥുർമനോജ്ഞേ ജജംഘേ നിഷേവേ. മഞ്ഞപ്പട്ടിൻ്റെ ഉള്ളിൽ ഭഗവാൻ എന്താ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? ഊരു ചാരു തവോരു. ആ ഘനമസൃണരുചൗ, വിനുത്തതായിട്ടും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആ ഊരുക്കൾ. ഏതൊരു ഊരുക്കളിലാണോ ആ സൃഷ്ടിയുടെ ആദിയിൽ മധുവൈടവന്മാരെ പിടിച്ചു കിടത്തി അവരുടെ ശിരസിനെ ഭഗവാൻ ഛേദിച്ചത്, അത്രത്തോളം വിപുലമായിട്ടുള്ളതായ ആ ഉരുക്കൾ അതിപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഘനമസൃണരുചൗ ചിത്തചോരൗരമായ ആ ലക്ഷ്മീദേവിയുടെ മനസ്സിൽ തന്നെ ഒരിളക്കമുണ്ടാകുമോ? ലക്ഷ്മീദേവിയുടെ ഹൃദയത്തെ കവരുന്നതാണോ എന്ന് തോന്നുന്നതായ ആ ഉരുക്കൾ. പിന്നെയോ വിശ്വക്ഷോഭം വിശങ്ക്യ. ഈ ഉരുക്കൾ കണ്ടാൽ ജനങ്ങളുടെ മനസ്സ് തന്നെ പരവശമാകുമോ എന്ന് ഭഗവാൻ ശങ്കിച്ചിട്ടോ ഈ വിധത്തിൽ മഞ്ഞപ്പെട്ടുകൊണ്ട് മൂടി വച്ചിരിക്കുന്നത്. പീത ചേലാവൃതാംഗവും, മഞ്ഞപ്പെട്ടുകൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കാത്തതായ ആ രണ്ട് ജാനുക്കൾ, ആ രണ്ട് മുട്ടുകൾ. ആ മുട്ടുകൾ ഏതുപോലെയുള്ളതാണ്? സമുൽക്കങ്ങൾ, രണ്ട് ചെപ്പുകളാണ്, രണ്ട് രത്ന ചെപ്പുകളാണ്. എന്തിനുള്ള ചെപ്പുകളാണ്? ആനമ്രാണാം പുരസ്താൽ, ആര് വന്ന് തന്നെ നമസ്കരിക്കുന്നുവോ, തൻ്റെ പാദങ്ങളെ സ്പർശിക്കുന്നുവോ, അവർക്ക് കൊടുക്കാൻ വേണ്ടി ന്യസന ധൃത അവരിൽ അർപ്പിക്കാൻ വേണ്ടി ധരിച്ചു വെച്ചിട്ടുള്ളതായ സമസ്താർത്ഥപാളി, എല്ലാ അർത്ഥ സമൂഹം, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ ആ ചെപ്പിൻ്റെ ഉള്ളിൽ ഭഗവാൻ കരുതി വെച്ചിരിക്കണു. ഇത്രയും നമ്മൾ ചെയ്യണ്ടു. ആ കാലിൽ പോയി തൊട്ടാൽ മതി, അത് തുറക്കും, 4 ധർമാർത്ഥ കാമോക്ഷങ്ങൾ കിട്ടും. ഭഗവാന്റെ പാദത്തിനെ ഭജിക്കൂ, ഭജിക്കൂ. ഭഗവത് പാദഭജനം ശ്രേഷ്ഠം. ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. ആ പാദഭജനമാണ് ഏറ്റവും ശ്രേഷ്ഠം. എല്ലാ അവയവങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ പാദങ്ങളാണ്. ആ പാദങ്ങളെ ഭജിക്കൂ. പാദങ്ങളെ ഭജിക്കാൻ എന്താ ഗുണം? നമ്മൾ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കില്ല. അത് തന്നെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണത്. അപ്പം നമ്മുടെ മനസ്സിലെപ്പോഴും സത്യധർമ്മം എന്നുള്ള വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോവില്ല. സദാ ഭഗവത് ചിന്തയിലിരിക്കാനും പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും ഭഗവത് സ്വരൂപികളായി കാണാനും താൻ ജനിച്ചിരിക്കുന്നത് തൻ്റെ കഴിവിനനുസരിച്ച് അവരെ സഹായിക്കുക എന്നുള്ളതാണെന്ന്, അതാണ് നമ്മുടെ ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാവും. സത്യം ധർമ്മം. ആ സത്യത്തിനെയും ധർമ്മത്തിനെയും ഒരു കാലത്തും നിങ്ങൾ വിടരുത് എന്ന് പറയുന്നതായ ആ 2 ജാനുക്കൾ, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ 2 ജാനുക്കൾ, അതിൻ്റെയും താഴത്തേക്ക് അങ്ങോട്ട് നോക്കിയാലോ, ക്രമപൃഥുല മനോജ്ഞേജ ജംഘേ, അതും കാണാൻ പറ്റുന്നില്ല. ആ കണങ്കാലുകൾ, 2 കണങ്കാലും മനോഹരങ്ങളായ കണങ്കാലുകളാണ് എന്ന് ആചാര്യന്മാരെ പറയുന്നു. ഹേ ഭഗവൻ, അഹം നിഷേവേ, ഞാൻ ഈ എല്ലാം അങ്ങയുടെ ആ ഉരുക്കളെയും
ആ ജാനുക്കളെയും ഈ ജംഘകളെയും എല്ലാം ധ്യാനിക്കുന്നു. എന്നുമെന്നും ഈ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് പ്രകാശിക്കണേ. ശ്ലോകം 9. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗോതാമ്രരാജൻ നഖരഹിമകരജ്യോത്സ്നയാജാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയെ മംഗളാമംഗുലീനാം. ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ആ പാദങ്ങളെ എപ്പോഴും ഭജിക്കൂ. ഇതാണ് ആ മഞ്ജീരം പറയുന്നത്, ആ പാദസരം. അതിൽ ചെറിയ ചെറിയ മണികളുണ്ട്, അതിങ്ങനെ ഒരു കുണിതം ശബ്ദം പ്രവർത്തിക്കുന്നു. പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. ഈ ശബ്ദമാണ് അതിൽ നിന്ന് വരുന്നത്. ഭഗവാന്റെ പാദങ്ങളെ ഭജിക്കുന്നതാണ് ശ്രേയസ്. പ്രേയസ്, ശ്രേയസ് രണ്ടാണ് ഭൂമിയിലുള്ളത്. പ്രേയസ് ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കൽ. എന്തിനാണത്? അതെല്ലാം നശിക്കുന്നതാണെന്ന് നമുക്കറിയില്ലേ. ശ്രേയസ് ഒരിക്കലും നശിക്കാത്തത്, എന്നും ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത് ആ ശ്രേയസ് മാത്രമാണ് എന്ന് ഈ പാദസരം ആലബന്ധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ മഞ്ജീരത്തിൽ നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴോ പാദാഗ്രം, ആ കാലിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊന്തിയിട്ട് ഇതാവണം. ഏതുപോലെ ഇരിക്കണു? കൂർമ്മത്തിനെ പോലെ ഇരിക്കണു. എപ്പോഴാണ് കൂർമ്മമായിട്ട് ഭഗവാൻ അന്വേഷിച്ചത്? പ്രണതജനമനോ മന്ദരോദ്ധാര കൂർമ്മം. ആ പാലാഴി കടന്നതായ സമയത്ത് ആ മന്ദരപർവ്വതം പാലാഴിയിൽ താണുപോയി. ഭക്തന്മാരായ ദേവന്മാർ വല്ലാതെ ദുഃഖിച്ചു. അവർ ഭഗവാനെ നോക്കി, കാണാനില്ല. ആരോടും പറയാതെ ആ സമുദ്രത്തിൻ്റെ അടിയിൽ മണ്ണിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് പോയി. മെല്ലെ പൊക്കി കൊണ്ടുവന്നു. മന്ദരോദ്ധാര കൂർമ്മം. എപ്പോ ആ പാലാഴി കടയാനുള്ളതായ മന്ദരം പാലാഴിയിൽ താണുപോയോ, അതിനെ ഉദ്ധരിക്കാനുള്ള കൂർമ്മമായിട്ട് അവതരിച്ചുവോ, അതിന് ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന ഒരു കൂർമ്മമാണ് ഈ പാദാഗ്രം. ഭ്രാന്തി മജ്ജൽ. ഇവിടുത്തെ ജനങ്ങളൊക്കെയാണ് ഭ്രാന്തി, മായയിലിങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുകയാണ് എല്ലാവരും. എന്നാൽ അവർ ഇങ്ങനെയുള്ളതാണ് പ്രണതജനം, ഭക്തന്മാരാണ്. ഭഗവാനെ ഭജിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഭ്രാന്തി മജ്ജൽ പ്രണതജനമനോ മന്ദരോദ്ധാര കൂർമ്മം. അപ്പോൾ മായ മൂലം ഇവിടെ ദുഃഖിക്കുന്നതായ തൻ്റെ ഭക്തജനങ്ങളെ ഉദ്ധരിക്കാനുള്ളതായ കൂർമ്മമാണോ എന്ന് തോന്നുമാറ് ആ പാദാഗ്രം അതിമനോഹരമായിരിക്കുന്നു. ഉത്തുംഗാതാമ്രരാജൻ നഖരഹിമകര. ആ നഖത്തിന് ഓരോന്നും ചന്ദ്രനെ പോലെ ഹിമകരനെ പോലെ ഇരിക്കുന്നു. അതിൽ നിന്ന് വരുന്നതായ ജ്യോത്സ്ന, ആ പ്രകാശം എന്തിനു വേണ്ടിയുള്ളതാണ്? ആ പ്രകാശം ആശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രിയും. ആരൊക്കെ തന്നെ ആശ്രയിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും സന്താപമാകുന്ന അന്ധകാരത്തിനെ ഹനിക്കാനുള്ളത് ആ നഖങ്ങളോട് ഒപ്പം തന്നെ തതിമനുകലയെ മംഗലാം അങ്കുലീനാം. മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ആ കാൽ വിരലുകളും ഭക്തന്മാരുടെ എന്തെന്ത് താപങ്ങളുണ്ടോ ആ താപങ്ങളെ നശിപ്പിക്കുന്നതാണ്. പാദം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ അവയമായിട്ടാണ് ഭക്തന്മാരും ജ്ഞാനികളും കണക്കാക്കുന്നത്. അതുകൊണ്ട്
പാദത്തിനെ നമ്മളെപ്പോഴും ആശ്രയിക്കണം. അപ്പോൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഓർമ്മ നമുക്കുണ്ടാവും. സത്യം മാത്രമേ പറയാൻ പാടൂ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ജ്വലിക്കും. ധർമ്മത്തിനെ രക്ഷിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നു. അപ്പോൾ സത്യത്തിനെയും ധർമ്മത്തിനെയും ആര് ശ്രേഷ്ഠമായിട്ട് വിചാരിക്കുന്നുവോ അവരുടെ ജീവിതം ധന്യമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.